മധുരമാവട്ടെ. കഴിഞ്ഞ 4 എപ്പിസോഡുകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ന്യായപ്രമാണം പ്രത്യക്ഷമായി ലഭിച്ചതായ ഓരോരുത്തരുടെയും പേരും അതിൻ്റെതായ റെഫറൻസും നാം കൊടുത്തിരുന്നു. അവിടെ സിബിൻ ആ കംപ്ലീറ്റ് ന്യായപ്രമാണം ലഭിച്ചു എന്നുള്ളതായ ആ സ്ലൈഡിൽ ഇടുക. അപ്പൊ ഇതുവരെ നാം വളരെ വ്യക്തമായി ആദാമിനുള്ള ബന്ധത്തിൽ ചില കാര്യം ചിന്തിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം പിന്നെ നോഹയെ ആയിരുന്നു ചിന്തനീയമായ വിഷയമായി എടുത്തത്. നോഹയെ എടുക്കുവാനൊക്കെ കാരണമായത് നാം ന്യായപ്രമാണത്തെ കവനന്റ് ബേസിൽ, ഉടമ്പടിയുടെ ബേസിൽ കാണുന്നതാണുള്ളതായ ഒരു കാഴ്ചപ്പാടുണ്ട്. വേർപാടുകാര് കവനന്റ് തിയറി വിശ്വസിക്കുന്നില്ല. അത് കാരണമുണ്ട്. കവനന്റ് തിയറിയിൽ നമ്മുടേതായ ചില അടിസ്ഥാന ഉപദേശങ്ങൾക്ക് എതിരായ ചില ചിന്താരീതികൾ പ്രചരിപ്പിക്കുന്നവരാണ്. കൂടാതെ നാം ഒരളവിൽ വിശ്വസിക്കുന്നത് ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നതായ ആ തിയറിയാണ്. എന്നാൽ ആ തിയറിക്കും തിയറിയിലും ചില അപാകതകൾ കാണാൻ തക്കവണ്ണം പറ്റുന്നുണ്ട്. അതുകൊണ്ട് നാം ന്യായപ്രമാണം പഠിക്കുന്നുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ളതായ തിയറിയുടെ അടിസ്ഥാനത്തിലേക്ക് നമ്മുടെ പഠന വിഷയം കൊണ്ടുപോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഉടമ്പടിയുടെ ഉള്ളതായ തിയറിയും കൂടാതെ ഡിസ്പെൻസേഷൻ തിയറിയും നാം പൊതുവെ അതിൻ്റെതായ ചില വശങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ ഭാഗം ചിന്തിക്കുന്നത്. അപ്പോ നോഹയ്ക്ക് ഉടമ്പടി കിട്ടിയെന്നുള്ള ബന്ധത്തിൽ ആദ്യ വ്യക്തിയായി ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. ആ നാം ജലപ്രളയം കഴിഞ്ഞ ശേഷം നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി താൻ സംരക്ഷിച്ചതായ മൃഗങ്ങളിൽ നിന്ന് ശുദ്ധിയുള്ള മൃഗങ്ങളെ ഒരു യാഗപീഠം പണിതുകൊണ്ട് ദൈവത്തിന് ഹോമയാഗം കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു ഉടമ്പടി നോഹയെയും കുടുംബത്തെയും മാത്രമല്ല സകല ചരാചരങ്ങളെയും പെടുത്തിക്കൊണ്ട് ഒരു ഉടമ്പടി അവിടെ നടത്തുന്നത് നാം വളരെ വ്യക്തമായി 9-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 9-ാം അധ്യായത്തിൽ 15 തൊട്ടുള്ള വാക്യങ്ങളിലൂടെ ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. അപ്പൊ അവിടെ കഴിഞ്ഞ ആഴ്ച നാം ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കുകയുണ്ടായി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം അവിടെ ഉടമ്പടി കൊടുക്കാൻ നേരത്ത് സകല ചരാചരങ്ങളെയും മനുഷ്യന് മാത്രമല്ല മറ്റു ഇതര ജീവികളെയും ചരാചരങ്ങളെയും പെടുത്തിക്കൊണ്ടുള്ള ഉടമ്പടിയാണ്. അത് നാം കൊരിന്ത്യർ ലേഖനത്തിൽ 8-15 തോന്നുന്നു, അതിൽ നാം ചിന്തിക്കുകയുണ്ടായി. എന്നുവെച്ചാൽ വിശ്വാസികളുടെ പൂർണ്ണമായ വീണ്ടെടുപ്പിനെ പാർത്തുകൊണ്ട് ചരാചരങ്ങളെല്ലാം ഉള്ളിൽ ഞെരുങ്ങുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടതായ ആ ആത്മീയ തേജസ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെതായ പ്രത്യക്ഷമായ പ്രതിഫലനം മറ്റു സൃഷ്ടികളിലും ഉണ്ടായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് മനുഷ്യനെ ദൈവം കൊണ്ടുവന്ന് ഭൂമിയുടെ പൂർണ്ണമായ അനുഗ്രഹം മനുഷ്യർക്ക് തിരികെ ലഭിക്കാതിരിക്കുന്നതായ ആത്മാവിന്റെ ശോഭയുള്ള ബന്ധത്തിൽ
പ്രതീക്ഷിക്കുന്ന ഒരു ഭൂമിയെ, ചരാചരങ്ങളെ കാണുന്നു. അത് ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തെ നാം വായിക്കുന്നത് ആ 1000 ആണ്ട് ഭരണകാലത്താണ്. അവിടെ നാം കാണുന്നുണ്ടല്ലോ സൂര്യന്റെ ഉള്ളതായ പ്രഭയും ചന്ദ്രന്റെ പ്രഭയും, പിന്നെ ഫലങ്ങൾ ലഭിക്കുന്നതായ ഓരോരോ വൃക്ഷങ്ങളും മറ്റും അത് നൽകുന്ന ഫലങ്ങളുടെ അളവും മറ്റും അവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് തന്നെ പ്രത്യക്ഷമായി മനുഷ്യർക്ക് വന്നുപോയ വീഴ്ചയിൽ നിന്ന് അവനെ വീണ്ടെടുത്ത ശേഷം അവന് ഉണ്ടാവുന്ന അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ചരാചരങ്ങൾ പോലും ഭൂമി പൂർണ്ണമായി തന്നെ അനുഗ്രഹ പൂർണ്ണതയിലോട്ട് കടന്നു വരുമെന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ചിന്തിച്ച വിഷയമാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ നോഹയുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ ഞാൻ ചോദ്യ ഉത്തര പങ്ക്തിയായിട്ട് 9:30 സമയം കൊടുത്തത്. അപ്പോൾ ചില സഹോദരന്മാർക്ക് ചോദിക്കാൻ തക്കവണ്ണം പറ്റിയില്ല. ഒരു 2-3 സഹോദരന്മാർ എന്നെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോഹയുടെ ഭാഗത്ത് നാം ഒരു പ്രത്യേക ദൈവത്തിന് ഹോമയാഗം വിശുദ്ധ മൃഗങ്ങളിലൂടെയും മറ്റും കഴിക്കുന്ന ഒരു യാഗപീഠവും മറ്റും കാണുന്നുണ്ട്. അപ്പോൾ യാഗം എന്നുള്ളതായ അവസ്ഥ എവിടെ തുടങ്ങി എന്നുള്ള കാര്യം ഒരു സഹോദരൻ ചോദിച്ചു. അപ്പൊ യാഗത്തെ കുറിച്ച് എങ്ങനെയാണ് ഇവിടെ ഇത്രത്തോളം പ്രത്യക്ഷമായി നോഹ അത് കഴിക്കുകയും അതിൽ പ്രസാദിച്ചുകൊണ്ട് ദൈവം ഉടമ്പടി മറ്റും സ്ഥാപിക്കുവാൻ തക്കവണ്ണം കാരണമാകുന്നതായ യാഗത്തിന്റെ പ്രാധാന്യത എന്താണെന്ന് താൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ സംസാരിച്ച പുള്ളി എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ബ്രദറെ, ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണല്ലോ ഉൽപ്പത്തി പുസ്തകം ആദാമൻ തന്നെയും നാം കൽപ്പനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ നാം യാഗത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണെന്ന കാര്യം ഒന്നും വ്യക്തമായിട്ടില്ലെങ്കിലും കാണുന്നുണ്ട്. അപ്പോ പുള്ളി എന്നോട് സംശയം ചോദിച്ചു, യാഗം എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതാണ്. അതിനുള്ള ബന്ധത്തിൽ ഇന്നത്തേതായ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അപ്പോ അതിനുള്ള ബന്ധത്തിലുള്ളതായ ഒരു ചാർട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചാർട്ടിൽ നമുക്ക് ഈ യാഗങ്ങളുള്ള ബന്ധത്തിലുള്ളതായ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാണ്. അപ്പൊ അത് ആ ചാർട്ടിലിട്ട്, അതല്ല, ഇത് ഡിസ്പെൻസേഷൻ തിയറിയുടെയാണ്. ഇന്നത്തേതായ സിബിൻ ഇന്നത്തേതാണ് ഇട്ടുള്ളൂ യാഗങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഇട്ടേ അല്ല, വന്നിട്ടില്ലല്ലോ. ഇവിടെ നാം യാഗങ്ങളുടെ നാഴികക്കല്ലുകൾ കാണാൻ തക്കൊണ്ട് പറ്റും. നാഴികക്കല്ലുകളായ യാഗങ്ങൾ ഏദനിലെ യാഗമാണ് നാം അവിടെ പരോക്ഷമായി കാണുന്നത്. അപ്പൊ യാഗത്തോടുള്ള ബന്ധത്തിൽ ഒരു തുടക്കം അവിടെ തന്നെ ദൈവം നൽകുന്നത് കാണാൻ തക്കൊണ്ട് പറ്റും. കൂടാതെ തന്നെ നാം വെളിപ്പാട് പുസ്തകം 13:8 വായിക്കുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന്. അപ്പോൾ കുഞ്ഞാട് അറുക്കപ്പെടുക എന്ന് പറയുമ്പോൾ കുഞ്ഞാടിന്റെ ഒരു പൂർണ്ണത നമ്മൾക്ക് അന്ത്യനാളിൽ യാഗങ്ങളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ സകല യാഗങ്ങളുടെയും പൊരുളായി വരാനിരിക്കുന്നതായ ഒരു യാഗത്തിന്റെ മുന്നറിയിപ്പാണ് നാം ഈ വിധത്തിൽ വായിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകസ്ഥാപനം മുതലേ അർക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് അവിടെ കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവ എല്ലാവരും മൃഗത്തിൻ്റെതായ ആ സംഖ്യ ഏൽക്കും എന്നുള്ളതായ വിധത്തിലാണ് അവിടെ നാം വായിക്കുന്നത്. അപ്പോൾ യാഗങ്ങളുള്ള ബന്ധത്തിൽ ദൈവം ഈ യാഗത്തെ പ്രത്യക്ഷമായി നേരിട്ട് തന്നെ മുൻകണ്ടുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ. അപ്പോ ഈ യാഗം എന്ന് പറയുന്നുള്ള ബന്ധത്തിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ നാം
ബൈബിളെ ആകത്തുകയായിട്ട് പഠിക്കുമ്പോൾ ഗ്രഹിക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യാഗം എന്ന് പറയുന്നത് ഇപ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, സ്നേഹിതൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനും കൂടുതലായ ത്യാഗം വേറെ ഒന്നുമില്ല എന്ന് പറയും. അതേ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്റെ രക്തം യാഗമായി ചിന്തുവാനും തക്കവണ്ണം ഞാൻ തയ്യാറാണ്. അപ്പോ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവനെ സമർപ്പിക്കുന്ന ഒരു കാര്യത്തെയാണ് ഈ യാഗം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. നിത്യതയിൽ ആദ്യമായ സൃഷ്ടിക്ക് വന്നുപോയതായ കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമർപ്പണം തന്റെ സൃഷ്ടികർത്താവിന്റെ മുമ്പിൽ ഉണ്ടായില്ല. ഈ സമർപ്പണ മനോഭാവമാണ് ദൈവം തന്റെ സൃഷ്ടിയുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തോടുള്ളതായ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടുള്ളതായ ഒരു അന്തരീക്ഷമാണ് ദൈവം നിത്യതയിൽ തന്നെ കാണാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. അതിന് വീഴ്ച വന്നുപോയി ആദ്യ സൃഷ്ടിയിൽ. അതിനുള്ളതായ ബന്ധത്തിൽ ആ ദൈവത്താൽ ഉള്ളതായ അല്ലെങ്കിൽ തൻ്റെതായ ശോഭയുടെ ഒരളവിൽ വലിയൊരു പങ്ക് നൽകി സൃഷ്ടിച്ചതായ ലൂസിഫർ എന്ന് പറയുന്ന ആ ദൂതന് വന്നുപോയ ആ വീഴ്ച. അപ്പോ അവിടെ കൊണ്ടുള്ള ഒരു കാര്യം ഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് വിധേയപ്പെടാത്തൊരു സൃഷ്ടി ആയിരുന്നു ആദ്യ സൃഷ്ടി. എന്നാൽ ഈ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരു പദ്ധതി ഒരുക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കും. ദൈവപുത്രനും അല്ലെങ്കിൽ ത്രിത്വത്തിൻ്റെതായ അടിസ്ഥാന കാര്യങ്ങൾ ദൈവത്തിന് അന്യോന്യം വിധേയപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ത്രിത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഗ്രഹിക്കാൻ തക്ക ഇടയാവുന്നതാണ്. ദൈവം വിശുദ്ധൻ എന്ന് പറയുമ്പോൾ മാനുഷികമായ ചില ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായ വിശുദ്ധിയല്ല ദൈവിക വിശുദ്ധി എന്ന് പറയുന്നത്. അത് ദൈവം ത്രിത്വത്തോടുള്ള ബന്ധത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നതുള്ളതായ കാര്യമാണ് അതുകൊണ്ട് ഗ്രഹിക്കാൻ തക്കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ നാളെ വായിക്കുന്നുണ്ട്, അപ്പൊ ദൈവം ഈ ത്രിത്വത്തിന്റെ അവസ്ഥയിൽ, ആ ഏകീഭാവത്തിന്റെ അവസ്ഥയിലാണ് ഒരു യാഗത്തെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ ഏകീഭാവം പുത്രനിലൂടെ വരുത്തിയ ശേഷം ആ ഏകീഭാവത്തിൻ്റെതായ അവസ്ഥ ദൈവത്തിന്റെ അത്യന്ത ലക്ഷ്യമായിട്ട് നാം കാണുന്നുണ്ട്. അതാണ് നാം എഫെസ്യ ലേഖനം, ഇതിൽ വേറെ ചാപ്റ്ററിലുണ്ട്, അത് എഫെസ്യ ലേഖനം 1-ന്റെ എത്രാം വാക്യം, 10-ാം വാക്യത്തിൽ കൊടുക്കുന്നത്. ദൈവത്തിന്റെ അത്യന്ത ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സകലതും ഏകമായി തീർക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ അത്യന്ത ലക്ഷ്യം. അപ്പോ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു യാഗം ഉള്ള ബന്ധത്തിലാണ്. അതൊരു യാഗം തന്നെ വേണം. ദൈവത്തിന്റെ ഭാഗത്ത് തന്നെ അതിനു വേണ്ടി ഒരു സമർപ്പണം ഉണ്ടാകുന്നത് നാം കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ പിതാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഒരു ശരീരം എടുത്തുകൊണ്ട് വരുന്നു വായിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തന്നെ ആയിരുന്നു. അതിനെ ആ വഴിപാട് നിശ്ചയിച്ചില്ല, സർവാംഗ ഹോമങ്ങളിലും പാപയാങ്ങളിലും പ്രസാദിച്ചില്ല. ഒരു ശരീരത്തെ എനിക്കാ ഒരുക്കിയിരിക്കുന്നു, ദൈവം നിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കൊണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ തനിക്ക് വേണ്ടി ഒരുക്കിയ ശരീരം എടുക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്നതാണ്. അങ്ങനെ ഫിലിപ്പിലേറ്റ് അവർ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന്റെ രൂപത്തോട് സമത്വം മുറിയെ പിടിച്ചുകൊള്ളാതെ ദാസരൂപം എടുത്തുകൊണ്ട് കടന്നു വരുന്ന കാര്യം. അങ്ങനെ പിതാവിന് വിധേയപ്പെട്ടുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം ആ യാഗത്തിലൂടെ നിറവേറ്റിക്കൊണ്ട് മനുഷ്യരുടെ ബന്ധത്തിലുള്ളതായ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഇഷ്ടമാണ് വീണ്ടെടുപ്പ്. ഈ വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവത്തിന്റെ മക്കളുടെ പദവിയിൽ പുത്രന്റെ ഒന്നാണെന്നുള്ളതായ ആ വലിയ സത്യത്തെ വെളിപ്പെടുത്താൻ തക്കവണ്ണം യാഗങ്ങൾ നമുക്ക് വ്യക്തമായ ചില ചിത്രം തരുന്നുണ്ട്. അപ്പൊ അതാണ് ഈ യാഗങ്ങളുടേതായ അടിസ്ഥാനം. അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ത്രിയേക ദൈവത്തിൻ്റെതായ ത്രിത്വത്തിൻ്റെതായ എല്ലാവിധ അംഗീകാര അടിസ്ഥാനത്തോട് തന്നെയാണ് പുത്രനിലൂടെ
ഒരു വീണ്ടെടുപ്പ് നടക്കുന്നതായിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ നിത്യതയോടുള്ള ലോക സ്ഥാപനത്തിന് പറയുന്നില്ല, ലോകസ്ഥാപനം മുതൽ തന്നെ ഒരു എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു കാലസമ്പൂർണതയിൽ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി പരമയാഗമായി തീർന്നു. അപ്പോ യാഗം എന്ന് പറയുന്നത് ഈ നാം വായിക്കുന്ന പോലെ എവിടെയെങ്കിലും ഒരു പ്രത്യേക നോഹയുടെ ടൈമിൽ കൊടുത്തു തുടങ്ങിയതല്ല. അത് നിത്യയിൽ തന്നെ അതിൻ്റെതായ വ്യക്തമായ ഒരു വെളിച്ചം തന്നെ നമുക്ക് വായിക്കാൻ തക്കോണം പറ്റുന്നു. അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ആദാമിന് ദൈവം ഒരു തോലിൻ്റെതായ ഒരു ഉടുപ്പ് താൻ ഉണ്ടാക്കിയ ആ ഉടയാടക്ക് പകരം, അല്ലെങ്കിൽ മരത്തിൻ്റെതായ തൊലിയോ അല്ലെങ്കിൽ ഇലയോ കൊണ്ടുണ്ടാക്കിയതായ അത് ശാശ്വതമല്ലാത്തതിനാൽ ദൈവം തന്നെ ഒരു ഉടയാട ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് മൃഗത്തിന്റെ തോലായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു യാഗം ദൈവം തന്നെ നടത്തിയതാണ്. ഇത് അറിഞ്ഞതായ ഈ ആദവും ഹവ്വയും തന്നെയാണ് ഈ സത്യത്തെ മക്കൾക്ക് പകർന്നു കൊടുക്കുകയും മക്കൾ ആ കാര്യം അല്ലെങ്കിൽ ചെയ്യുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിച്ചു. എന്നാൽ മൂത്ത മകൻ ആ കാര്യത്തെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ അവന്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്ന യാഗം ദൈവസന്നിധിയിൽ കഴിക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് 4-ാം അധ്യായത്തിൽ. എന്നാൽ ആബേലിനുള്ള യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നാം വളരെ വ്യക്തമായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. അത് അല്ലെങ്കിൽ ആടുകളുടെ മേധസ്സുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആബേലിൻ്റെതായ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ദൈവവ്യവസ്ഥയുടെ ഒരു ആരാധന കഴിക്കുമ്പോൾ അവിടെ ഒരു സത്യത്തെ കാണുന്നുണ്ട്. ലോക വ്യവസ്ഥയിലായിരിക്കാത്തതുകൊണ്ട് ലോകർ പല വിധത്തിലും അതിനെ പരിഗണിക്കാതെ കല്ലെറിയുന്നത്, കൊലപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. അത് സൈഡായിട്ട് പറയാം. പക്ഷെ ഇവിടെ പറയുന്നത് ആദാമിൽ നിന്ന് തന്നെയാണ് ആബേലിലേക്ക് ഈ യാഗത്തിൻ്റെതായ ആ പ്രവണത അല്ലെങ്കിൽ ആ അറിവ് ദൈവം പ്രസാദിക്കുന്നത് പുത്രനിലൂടെ വരാനിരിക്കുന്നതായ പരമയാഗത്തിന്റെ മുന്നോടിയായി കാണിക്കുന്ന യാഗം, അല്ലെങ്കിൽ പുത്രന്റെ യാഗത്തെ മുൻ കണ്ടുകൊണ്ട് ചെയ്യുന്ന യാഗത്തെയാണ് ദൈവം ഒരു മനുഷ്യനെ കൂടുതലായിട്ട് അംഗീകരിച്ചു തന്നോട് അടുപ്പിക്കുന്നുള്ള കാര്യം അവിടെ ആബേലിൽ കൂടെ തന്നെ വെളിപ്പെടുത്തി. ഈ സത്യം ഇൻറ്റ്യൂഷന്റെ അല്ലെങ്കിൽ മനസാക്ഷി എന്ന പ്രമാണത്തിലൂടെയും അല്ലാതെയും തന്നെ ഇവിടെ ഈ നോഹയിലേക്ക് കടന്നു വരികയാണ്. നോഹയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുതിയൊരു ലോകത്തിലോട്ട് നോഹ കടന്നു വരികയാണ്. പഴയതെല്ലാം പോയി, എല്ലാം പുതിയതായി എന്ന് പറഞ്ഞ അവസ്ഥയിൽ. അപ്പൊ അവിടെ നടന്നാലുള്ള യാഗമാണ് നാം കാണുന്നത്. അപ്പൊ ഈ യാഗങ്ങളുടെ ബന്ധത്തിൽ നാം കണ്ടതായ ചില കാര്യങ്ങളെ കൂടുതലായിട്ട് അടുത്ത ഒരു സ്ലൈഡിലൂടെ കാണാൻ തക്കൊണ്ട് സാധിക്കും. സിപിൻ അടുത്തതായ സ്ലൈഡ് ഇട്ട് ഇന്നത്തെ വന്നില്ലല്ലോ. ഇതല്ല അതിന്റെ ഡ്രോയിങ്സ് ഉള്ളത്, ഇതിന് മുകളിലുള്ളത്. ഇതിന് ശേഷം എടുത്തേ. അപ്പോ ഇവിടെ ഇത് പ്രത്യക്ഷമായിട്ടല്ല, ഇതിനു മുമ്പ് വേറെ ഇതുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് അത് ഇട്ടോ.
ആ 1 തൊട്ടിട്, അത് 3 അത് 1 തൊട്ടിട്. ഇതിനു ശേഷം 1 തൊട്ടുള്ളതായ ഒരെണ്ണം. അപ്പോ നാം നേരത്തെ വായിച്ച പോലെ ലോകസ്ഥാനത്തിന് മുമ്പിൽ അർക്കപ്പെട്ട കുഞ്ഞാടെന്ന് പുത്രന ഉത്ഭവിക്കുന്നതായ സഭയിൽ ഐക്യമത്യ ഭാവം ഉളവാതക്കൊണ്ടുള്ളതായ ഉദ്ദേശം നാം ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് അവിടെ നാം കാണുന്നുണ്ട്, ഐക്യമത്യം ഉണ്ടാവുന്നത്. ദൈവം ഏകം തന്നെ എന്ന ഐക്യമത്യത്തെ ദൈവമക്കളിൽ അല്ലെങ്കിൽ സഭയിൽ അതെന്താ പോയത്? എന്താ ഇബിൻ ഏകം തന്നെ എന്നുള്ളതായ അത് സഭയിൽ കൊണ്ടുവരാൻ തക്കോണമാണ് നാം ആദ്യമായി തന്നെ ഈ കാര്യത്തെ വെളിപ്പെട്ടു വരുന്നതാണെന്ന്. അപ്പൊ ദൈവം ഏകൻ എന്നുള്ള അവസ്ഥയിലുള്ളതായ ആ ഏകീഭാവ ബന്ധത്തിൽ നമ്മൾക്കൊരു കാര്യം തക്കോണം സഭയുടെ ഏകീഭാവത്തെ കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അത് യാക്കോബിന്റെ ലേഖനം 2:19 ദൈവം ഏകൻ എന്ന് പറയുന്നതായ യാക്കോബിന്റെ ഉള്ള ലേഖനത്തിൽ നാം ഒന്നോട്ട് വായിക്കുമ്പോൾ അവിടെ സഭയിലെ ഭിന്നമായ അവസ്ഥയെ യാക്കോബ് വളരെ അങ്ങനെ അവസ്ഥയോടുള്ള ബന്ധത്തിൽ സഭയെ ശാസിക്കുന്നതായിട്ട് കാണാൻ തക്കൊള്ളും പറ്റും. അതിൻ്റെ സമ്പന്നന്മാരും മോതിരി വിട്ട ആൾക്കാരെല്ലാം പ്രത്യേകമായ സീറ്റ് കൊടുത്ത് അവരെ മാനിക്കുന്നതും അല്ലാത്തവരെ ദരിദ്രരെ അവർക്ക് വേറെ ഒരു പരിഗണയില്ലാത്ത അവസ്ഥയിൽ സഭയിൽ തന്നെ നിലനിർത്തുന്നതായ അന്തരീക്ഷം ഇതിനെയാണ് അവിടെ യാക്കോബ് ശാസിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതിനുള്ള ബന്ധത്തിൽ പറയാണ് ദൈവം ഏകൻ തന്നെ എന്ന് പറയുന്നത് ആ അധ്യായത്തിലാണ്. അത് പറയുന്നതായ ആ റണ്ണിങ് അതിൻ്റെതായുള്ള കോണ്ടക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഈ ഏകീഭാവം ദൈവം സഭയിൽ ഉൾപ്പെടുത്താൻ തക്കവണ്ണമാണ് പുത്രനെ ഈ ലോകത്തിന്റെ രക്ഷകനായി അയശേഷം പുത്രന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ സഭയെ ദൈവം മുൻകണ്ടിരിക്കുന്നത്. അതാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇവ രണ്ടാലും പറയാൻ തന്നെയാണ് പറയുന്നത്. പൊരുത്തിനായിട്ട് അങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഒന്നാകിയാൽ പലരായ നാം ഒരു ശരീരമാവുന്നു. അപ്പോ ഒന്നായ പലരായ ഒരു ശരീരമാവുന്നു. ഈ ഏകീഭാവത്തെ കാണുന്നത് അതിന്റെ 3ഉം 4ഉം ഇട്ട് അതിനകത്ത് പറയണ്ടല്ലോ. അപ്പോ അതിനായി ക്രിസ്തു ചെയ്തത് എന്താണെന്ന കാര്യം നാം വ്യക്തമായി യോഹന്നാന്റേതായ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളായിട്ട് വായിക്കുന്നുണ്ട്. നീ എനിക്ക് തന്നിട്ടുള്ളതായ മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന്. അപ്പൊ അതിനൊരു ഒരു ഡ്രോയിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയേണ്ട കാര്യം അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോ സഭയിൽ ആ റൗണ്ടിൽ കാണുന്ന ആ പുറമേയുള്ള റൗണ്ട് സഭയിൽ കാണിക്കുന്നതാണ്. അപ്പൊ അതിൽ ക്രിസ്തുവോ, അപ്പൊ സഭയിൽ ക്രിസ്തു അല്ലെങ്കിൽ ദൈവമക്കളുടെ ഇടയിൽ ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൽ ദൈവം.
അപ്പോൾ നമ്മുടെ സ്ഥാനം നോക്കണം, ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമ്മൾ അടുപ്പിച്ചിരിക്കുന്നത്. അവിടെ കർത്താവ് തന്നെ പ്രാർത്ഥിക്കാത്ത പറയുന്നതാണ്, നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കണമെന്ന് ലോകം അറിയേണ്ടതാണ്. ലോകം അറിയുമ്പോൾ നീ എന്നെ അയച്ചു. അപ്പൊ സുവിശേഷ കാര്യമുള്ള ബന്ധത്തിലുള്ളതായ ഒരു കാര്യം ഇവിടെ ഈ ഏകീഭാവത്തിൽ ലോകം അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഈ ഏകമായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തന്റെ ഏകത്വത്തിൽ ഒരു യാഗത്തെ പുത്രനിലൂടെ അവതരിപ്പിക്കുന്നത് കാണാൻ തക്കവണ്ണം പറ്റും. അപ്പൊ ഈ ഏകീഭാവം എന്ന് പറയുന്നത് ഇത് നാം ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെതായ പൂർണ്ണതയാണെന്ന് തന്റെ സഭയോടുള്ള ബന്ധം കാണുന്നത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലിനെയും മറ്റും നിഴലുകളായ ദൈവം പഴയ നിയമത്തിൽ ചരിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെ ആത്മീയ ഇസ്രയേലായ സഭയുടെ ഒരു മുന്നോടിയായ, അല്ലെങ്കിൽ ഒരു മാതൃകയായ, അല്ലെങ്കിൽ പൗലോസ് പറയുന്നതല്ലേ, നമ്മൾക്ക് അതൊരു ഉദാഹരണമായിട്ടാക്കിയിരിക്കുകയാണ്. നമ്മൾക്കത് ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം സഭയിൽ പൂർണ്ണമായി അതുമൂലം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 10 പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് ഒരു പാഠമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നത്, അവർ തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കാൻ എഴുന്നേറ്റു എന്ന് പറയുന്നത്. അത് നാം അറിയാൻ തക്കവണ്ണം പറ്റുന്നാണല്ലോ അഹരോൻ ഉണ്ടാക്കിയതായ കാളക്കുട്ടികളുടെ ബന്ധത്തിൽ. അപ്പൊ അവിടെ അതിനെ കാണിച്ചുകൊണ്ട് പറയാണ്, ഇതെല്ലാം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, പിതാവേ ഞാൻ അവരിലും നീ എന്നിലുമായി. അപ്പൊ ആ ഏകീഭാവത്തെ അവിടെ ഒരു ചിത്രത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എത്ര മനോഹരമായ ഒരു ഏകീഭാവമാണ് അവിടെ കാണുന്നത്. അത് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം പിന്നെയും പോലെ അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. അത് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിരിക്കാൻ തക്കവണ്ണമുള്ളതായ ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം നടക്കുന്നതാണ്. അപ്പോൾ ക്രിസ്തുവിൽ നാം ഒന്നായി തീരുകയും ക്രിസ്തുവിൽ ദൈവമായി തീരുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരു ഏകീഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം സഭയുള്ള ബന്ധത്തിൽ യാഗത്തെ മുൻ കണ്ടിരിക്കുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ നേടിയിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് മാനവരാശിയുടെ വെറും രക്ഷയും യഥാസ്ഥാനവുമല്ല, അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലും നഷ്ടപ്പെട്ടു പോയതായ ആ ശോഭയും ലഭിക്കുന്നതിന് മാത്രമല്ല. എന്നാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിൽ ഏകമായ ഒരവസ്ഥയോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ്. ഈ ഏകീഭാവത്തിൽ നിന്ന് മാറാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. അതാണ് ആഴ്ചകൾ തോറും നാം ആചരിക്കേണ്ടത്. അപ്പൊ ഒന്നായിരിക്കുക പലരായി നിങ്ങൾ ഒന്നാണെന്ന്. ക്രിസ്തുവിൽ ധനികനെന്നില്ല, ദരിദ്രനെന്നില്ല, ജ്ഞാനി എന്നില്ല, അജ്ഞാനി എന്നില്ല, ഭാഷകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസമില്ല, കാലങ്ങളുടെയും സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസമല്ല. ക്രിസ്തുവിൽ എല്ലാം ഒന്നാണെന്ന് നാം വെളിപ്പാട് പുസ്തകം അതിൻ്റെതായ 5ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ഒരു കാര്യം വ്യക്തമായി യേശുക്രിസ്തുവിന്റെ യാഗത്തോടുള്ള ബന്ധത്തിൽ ഗ്രഹിക്കാനുള്ളത്, ദൈവം മുൻകണ്ടിരിക്കുന്നത് നമ്മെ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇതാണ് എല്ലാ ആഴ്ചകളിലും കർത്താവ് പറയുന്നില്ല മരണത്തെ പ്രസ്താവിച്ചുകൊണ്ട്. അപ്പോ 1 കൊരിന്ത്യർ മരണത്തെ പ്രസ്താവിക്കുന്നുള്ളതായ അധ്യായം കടന്നു വരുന്നത് 1 കൊരിന്ത്യർ 11ാം അധ്യായത്തിലാണെങ്കിൽ, ആ 11ാം അധ്യായത്തിൽ കർത്താവിന്റെ മേശമല്ല, കർത്താവിന്റെ അത്താഴം ആചരിക്കാൻ തക്കവണ്ണമുള്ളതായ ആ മേശയുള്ള ബന്ധത്തിൽ 10ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ലോകരുടെ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും നിങ്ങൾ പങ്കാളികളാകാൻ പാടില്ല. അപ്പോൾ മേശയുള്ള ബന്ധത്തിലുള്ളതായ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ കർത്താവിൻ്റെതായ അത്താഴം കഴിക്കേണ്ടത് മേശയുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഒന്നായ പലരായ നിങ്ങൾ എന്നുള്ളതായ മനോഭാവത്തിൽ
ലോകമുള്ള ബന്ധം ചേരാതെ ഒരു വ്യത്യസ്തമായ ജാതിയായി തന്നെ ഭിന്നമായ അവസ്ഥയിൽ ലോകത്ത് ജീവിക്കാൻ തക്കവണ്ണമാണ് നമ്മെ ദൈവം മുൻകണ്ടിരിക്കുന്നത്. അതാണ് നമ്മളുടേതായ മേശ എന്ന് പറയുന്നത്. അത് ക്രിസ്തുവുള്ള ബന്ധത്തിലുള്ളതായ കൂട്ടായ്മയാണെന്നും പറയുന്നത്. ആ ഭാഗത്തോട്ട് നമ്മൾ ഇപ്പോൾ പോകാൻ തക്കവണ്ണം ആവശ്യമില്ല. കാരണം നിങ്ങൾ അതാണ് പാനം ചെയ്യുന്ന പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ, നിങ്ങൾ നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലോ എന്ന് പറയുമ്പോൾ അത് കഴിക്കാനുള്ള കൂട്ടായ്മയല്ല വെളിപ്പെടുത്തുന്നത്. അത് കഴിക്കാൻ തക്കവണ്ണം അതേ അവസ്ഥയിൽ കൂട്ടായ്മ നമുക്ക് ആത്മതലത്തിൽ ലഭിച്ചതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ പിന്നെ ഇതിനോടുള്ള ബന്ധത്തിൽ ഇനി ആരാധന ചിന്തിക്കുന്നതാണ്. അതിപ്പോ വിട്ടേക്കാം. എന്നാൽ ഇവിടെ കൊണ്ടൊരു കാര്യം ഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയാകുന്നത്, നമ്മെ ക്രിസ്തുവിൽ ഒന്നായി കണ്ടുകൊണ്ട് ത്രിത്വത്തിൽ അവർ ഒന്നായിരിക്കുന്ന പോലെ എന്നുള്ള അവസ്ഥയിൽ നമ്മെ ഒന്നായി കാണാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഒത്തൊരുമയിൽ വരുന്നതായ ഈ എന്താണ് പറഞ്ഞത് വിഘടിതമായ അവസ്ഥയെ ഒരളവിൽ ദൈവം ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഇടയിൽ കൂടിവരവുകളെല്ലാം ഈ മാനദണ്ഡത്തിലൊന്നും അല്ല വരുന്നത്, വെറും ചടങ്ങുകളായി തീർന്നിരിക്കുന്നു. അപ്പൊ ഒന്നായ പലരായി നിങ്ങൾ ഒന്നാണെന്ന് പറയുമ്പോൾ അപ്പൊ ഒന്നായിട്ട് നുറുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുമനയാണെന്നുള്ളതാണ് ഇന്നത്തെ ഉള്ളതായ ചില വലിയ വലിയ പ്രാസംഗികരുടേതായ ഉപദേശം. അത് കഴിക്കുമ്പോൾ ഒന്നല്ല, അത് കഴിക്കാൻ തക്കവണ്ണമുള്ള ആ ഒരു ഒരുമ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരുമയുടെ ചിത്രീകരണമാണ് അതുപോലെ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ നാം പറയുമല്ലോ, ഭക്ഷണം നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡ്ഷിങ് അല്ലെങ്കിൽ ഏമ്പൊക്കെ ഉണ്ടാവും. ഏമ്പൊക്കെ ഇട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചായിട്ട് വരുമോ? ഇല്ല. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വരുന്നതാണ് ഏമ്പൊക്കെ എന്ന് പറയുന്നത്. അപ്രകാരം തന്നെ ഈ അപ്പം നുറുക്കുന്നത് ഒരുമിനെ ഉള്ളതായ കൂടിയൊരുവിൽ അവര് ഒരുമിനെ വെളിപ്പെടുത്തുന്നതാണ്. ആ കൂടിയുള്ള ബന്ധത്തിൽ അവരുള്ളതായ നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന പോലെ എന്താണ് അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തി, ധനം, മാനം, ബഹുമാനം സകല സ്വീകരിക്കാൻ തക്കുന്ന യോഗ്യനാണെന്ന്. കാരണം അത് പറയുന്നത് നമ്മളുടേതായ ഈ ലോകത്തിലെ ഭിന്നത വരുന്നതെല്ലാം ഈ ശക്തിയും ധനം, മാനം, ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഇതെല്ലാം ക്രിസ്തുവിന്റെ കാൽക്കളി വെച്ചുകൊണ്ടുള്ള ജീവിതത്തോട് ബന്ധത്തിലുള്ള ഒരു ഏകീഭാവമാണ് സഭാതലത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനോട് അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 2:34 ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഏക മനുഷ്യ 2:2-4 വരെ ഫിലിപ്പി ലേഖനം. അതോടെ ഇവിടെ ഇപ്പോ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ടു ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ എന്നുള്ള സ്ഥലത്ത് അവിടെ കർത്താവിന്റെ എന്ന് ചേർത്തിട്ടാണ്. അത് പൗലോസ് പറയുന്നത് താൻ പറയണ്ടല്ലോ, ഞാൻ കർത്താവിനെ പിന്തുടരുകയാൽ ഞാൻ എന്റെ എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിനെ തന്നെയാണ് താൻ പ്രതിഷ്ഠിക്കുന്നതായിട്ട് കാണാൻ കൊണ്ട് സാധിക്കുന്നത്. അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. പോട്ടെ, എന്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ വാക്കുവിൻ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നും എണ്ണിക്കൊള്ളുവിൻ. ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെയും ഗുണം കൂടെ നോക്കണം. അവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഐക്യമത്യപ്പെട്ടു ഏകഭാവമുള്ളവരായി. അതിന്റെ താഴെ പറയാണ്, അത് കർത്താവിനോട് ബന്ധപ്പെട്ട് ദൈവദൂതിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറിയെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരെടുത്തു തന്നെത്താൻ ഒഴിഞ്ഞു വേഷൽ മനുഷ്യനായി വിടങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. ഈ പുത്രൻ ദൈവത്തിന് അനുസരിക്കാന്ന് പറയുന്നതിൻ്റെതായ ആ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ത്രിത്വത്തോടുള്ള ബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ അതെന്താണത്? പിതാവും പുത്രനൊക്കെ ഒന്ന് തന്നെയല്ലേ? അപ്പൊ പുത്രൻ എന്തിനാ പിതാവിനെ അനുസരിക്കുന്നത് ഒക്കെ ഒന്നാണല്ലോ എന്നൊക്കെ ചില ചിന്താഗതി പറയുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്യോന്യമുള്ളതായ വിധേയത്തോട് കാണിക്കുന്നത്, അല്ലാതെ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ത്രിത്വം പഠിക്കാൻ തക്ക ഇടയാണെങ്കിൽ ആ ഭാഗത്തോട്ട് പോകാം. അതുപോട്ടെ. അപ്പോൾ ഇവിടെ നാം പ്രത്യേകം പരിഗണിക്കേണ്ട വിഷയം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ഏക ശരീരം എന്ന അവസ്ഥയിൽ ദൈവം വെച്ചിരിക്കുന്നതായ ആ ഏകീഭാവം
നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ദോഷത്തെയാണ് ഇവിടെ ആ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെ ഫിലിപ്പിന്റെ ഇടയിൽ ഉണ്ടാകുന്നതായ 4 അധ്യായം വായിക്കുന്നുണ്ടല്ലോ, ആ ഭിന്നതയുടെയുള്ളതാ 2 സഹോദരിമാരുടെ ഭിന്നതയെ പോലും അവിടെ വെളിപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാര്, പൗലോസിന്റെ പക്ഷക്കാര്, പത്രോസിന്റെ പക്ഷക്കാര്, കൂടാതെ തന്നെ ക്രിസ്തുവിന്റെ പക്ഷക്കാര്, അങ്ങനെ ഭിന്നത അവിടെ കാണാൻ തക്കവണ്ണം പറ്റും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്, ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മുറിച്ച് പല വിധത്തിലാക്കിയിരിക്കുകയാണ് ഇന്ന് സഭകളിൽ. അത് ധനികരുടേതായ ഒരു കൂട്ടായ്മ, നല്ല കാറുള്ളവരുടെ കൂട്ടായ്മ, നല്ല വീടുള്ളവരോട് കൂടുതലായിട്ട് ചായവുള്ളതായ കൂട്ടായ്മ, ഇതൊക്കെയാണ് ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കാൻ നേരത്ത്. എടാ, എന്റെ പുത്രൻ സകല അനുഗ്രഹങ്ങളിൽ വിട്ടുകൊണ്ട് അവരെ അനുഗ്രഹിച്ചാണ്. ആ പുത്രന്റെ മാതൃകയാണ് ഇവര് പാലിക്കാൻ തക്കവണ്ണം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ മാതൃകയുടെ ആയി തീർന്നിരിക്കുന്നതായ അവസ്ഥയിൽ, ആ എന്റെ പുത്രന്റെ ശരീരത്തിന്റെ അവസ്ഥയിൽ, ആ ശരീരത്തിൽ തന്നെ ഇവിടെ ഭിന്നത കാണിക്കുകയാണല്ലോ. അപ്പൊ ഒന്നായ പലരാജ്യങ്ങൾ ഒന്നാണെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മൾ ഉറപ്പിക്കുന്ന ആളെ ഒരുവനെല്ലാം വിട്ടുപോകുന്നു. ഫിലിപ്പിയരുടെ ഇടയിലും ഈ അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക് വളരെ വ്യക്തമായി ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഫിലിപ്പിയർക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ ഈ വാക്യം പ്രത്യേക പൗലോസ് അവിടെ ഓർപ്പിക്കുന്നതായിട്ട് കാണുന്നതും, നമ്മുടെ കർത്താവിന്റെ ആണ്ടതായ താഴ്മയും താൻ തന്റെ എല്ലാ അനുഗ്രഹങ്ങൾ വിട്ടുകൊണ്ട് താഴ്ന്നു വന്നത് നാം വായിക്കുന്നുണ്ടല്ലോ. ക്രിസ്തുവിൻ്റെതായ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരായ ആ ഭൗമിക സംഭവത്തല്ലല്ലോ അവിടെ വെളിപ്പെടുത്തുന്നത്. അവ അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാവരും ഇന്ന് വലിയ വലിയ സമ്പന്നായി തീരണം. അതല്ല, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് തന്റെ വിശ്വാസം വെളിപ്പെടുത്തുന്ന കാര്യം വേറെ ഒന്നാണ്. പക്ഷെ ഇവിടെ സമ്പന്നൻ എന്ന് പറയുന്ന ആത്മീയ സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ്. അപ്പോൾ അവന്റെ ദാരിദ്ര്യം, അവൻ ശോഭ എല്ലാം നഷ്ടപ്പെട്ടവനായി ആ ക്രൂശിന്മേൽ കണ്ടാൽ ആളല്ലാത്ത അവസ്ഥയിലോട്ട് താണുപോവുകയാണ്. അവന്റെ താഴ്ചയിൽ അവൻ അർത്ഥം കിട്ടാതെ പോയെന്ന് പറയുന്നത്. അത്രത്തോളം താഴ്ന്നവനായിരുന്നു. അങ്ങനെ ഒരു താഴ്ന്നവനെയുള്ള ഒരു പാരമ്പര്യം എടുത്തവർ നാം ഈ ഭൂമുഖത്തുണ്ടാകുന്നതായ ഈ വെറും മെറ്റീരിയൽ ആസ്പെക്ടിനെ the differentiation is brought out in the midst of the body of Christ, and thereby that the totality of the aim of the God is thwarted by the heinous action of the children of God here in this age. അപ്പോ ദൈവത്തിൻ്റെതായ പരമ ഉദ്ദേശത്തിന് ക്രിസ്തുവിന്റെ ശരീരം എന്ന അവസ്ഥയിൽ കൂട്ടി യോജിപ്പിരിക്കുന്നതായ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം അന്യോന്യം അടിപിടി ഉണ്ടാക്കുന്നു. പൗലോസ് പറയുന്നുണ്ടല്ലോ, കണ്ണിന് തലയെ വേണ്ടെന്ന് പറയാനോ കണ്ണിന് വായ വേണ്ടെന്ന് പറയാനോ കൊണ്ട് പറ്റൂല. ഓരോരുത്തർക്കും ഓരോരുത്തർ അതിൻ്റെയാണ് ഉദ്ദേശമുണ്ട്. അത് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഇന്ന് ഈ അവസ്ഥയൊന്നുമല്ല. ഒരു സഭാതലത്തിൽ പല വിധത്തിലുള്ളതായ ഭിന്നമായ വിഭാവനകൾ കൊടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ഭിന്നാവസ്ഥയിലുള്ള കൊള്ളാൻ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ തന്നെ എല്ലാം ചെയ്യാം, തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ തന്നെ ചെയ്യാന്നുള്ള മനോഭാവത്തിൽ ഉപദേശമാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യും എല്ലാത്തിനും. അല്ലെങ്കിൽ അതിൻ്റെതായുള്ള വിഭിന്നമായ അവസ്ഥയിൽ ഓരോരുത്തർക്കും ദൈവം വിഭാവന കൊടുത്തിട്ടുള്ള കാര്യം നാം മനസ്സിലാക്കുന്നില്ല. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ, അന്ന് സഭയിൽ പരിചയത്തിനുള്ള ബന്ധത്തിൽ അവിടെ ജെറുസലേം സഭ കൂടി വന്നപ്പോൾ പത്രോസിൻ്റെതായുള്ള സ്ഥാനം പത്രോസ് എടുക്കുന്നു. കൂടാതെ തന്നെ ബർന്നബാസിന്റെ സ്ഥാനം ബർന്നബാസ് എടുക്കുന്നു. അത് പൗലോസ് അപ്പോസ്തലൻ സ്ഥാനം എടുക്കുന്നു. ഓരോരുത്തരും അവരുടെ സ്ഥാനം അവിടെ അവതരിപ്പിച്ച ശേഷം അത്യന്തമായി അവിടെ നാം കാണുന്നത് ഏതാണ്? കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു സഭയിൽ ഉണ്ടാകുന്നതായ ഭിന്നമായ അവസ്ഥകളെ ഏകീഭവിക്കുന്നതാണ്. അതിനകത്ത് പത്രോസ് പറയാണ്, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് സ്വർഗത്തിന് താക്കോൽ തരികയും ഞാൻ മൂലം എല്ലാവരെയും സഭയോട് കൊണ്ടുവരാൻ തക്ക ഇടയാവുകയും. അപ്പൊ അവിടെ ഞാൻ ജാതികളിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചു വെക്കുന്നതിനെ കൊണ്ട് കൊർന്നോളിയോട് ബന്ധപ്പെട്ട് അവരെ വിളിച്ചപ്പോൾ അവർക്ക് ആത്മാവിനെ നൽകിയത് കേട്ടുകൊണ്ടെന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്ഥാനപ്പെടുകയോ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ജാതികളുള്ള ബന്ധത്തിൽ പരിചയമൊന്നും അല്ല
ഇതിന്റെ മാനദണ്ഡം വിശ്വാസമാണെന്ന കാര്യം അവിടെ അടിച്ചുറപ്പിക്കുന്ന ആ കൂടിയൊരുവാണ്. അവിടെ ഇത് പ്രസ്താവിക്കാൻ നിനക്കിടയായത് അവിടെ കൂടി വന്നതായ എല്ലാവരുടെയും കൃപാവരങ്ങൾ അന്യോന്യ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഇന്ന് നമ്മുടെ സഭയിൽ ഇതൊന്നും നടക്കാൻ തക്കൊണ്ട് അനുവദിക്കുന്നില്ല. ഇതൊക്കെയാണ് ദൈവം നമ്മളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന ഇടപാടുകളുടേതായ ചില അടിസ്ഥാന കാര്യങ്ങൾ. എല്ലാം അതാണെന്നല്ല പറയുന്നത്, പല പല കാര്യങ്ങളിലും മുഖ്യ കാര്യങ്ങൾ ഒന്നാണ്. അപ്പൊ ഈ ഏകീഭാവ ബന്ധം നമുക്ക് നിത്യയിൽ കണ്ടതായ അല്ലെങ്കിൽ ത്രിത്വത്തിൻ്റെതായ അടിസ്ഥാനത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാടും ഈ കുഞ്ഞാടത്തെ ശേഷം തന്റെ ശരീരാവസ്ഥയിലാണ് സഭയെ ദൈവം കാണുന്നത്. ക്രിസ്തു സഭയുടെ തലയും ക്രിസ്തുവിന്റെ ശരീരം സഭയെന്ന അവസ്ഥയിൽ അനുഗ്രഹീയമായ അവസ്ഥയാണ്. അല്ലെങ്കിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്, പിതാവിന്റെ വലത്തുഭാഗത്ത് കഴിയുന്നതായ മഹാപുരോഹിതരായി കഴിയുന്നതായ ആ കർത്താവായ യേശു ക്രിസ്തു വലതുഭാവം എന്ന് പറയുമ്പോൾ നാം പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന പോലെയുള്ളതായ അതിവിശുദ്ധത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അതിവിശുദ്ധ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നാം ആയിരിക്കുകയാണ്. അത് കൊളോസ്യർക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കാൻ ഉയർത്തുള്ളത് ജനിച്ചുകൊള്ളുവിൻ. അപ്പോൾ ക്രിസ്തുവിൽ നാം മറിഞ്ഞിരുന്നുകൊണ്ട് ദൈവത്തെ ആത്മാവ് സത്യത്തിലും ക്രിസ്തുവിന്റെ ശരീരമെന്ന നാം ആരാധിക്കുന്നത്. അപ്പോൾ ആ ഏകീഭാവത്തിൽ ആരാധിക്കുന്ന കോണം പുത്രൻ അവിടെ മഹാപുരാണ്ടിരിക്കുകയാണ്. അതിന് വ്യക്തമായ ഒരു ചിത്രം കാണുന്നത് നാം പുറപ്പാട് പുസ്തകം 28 അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മഹാപുരുഷനുള്ളതായ നെഞ്ചത്തിരിക്കുന്ന ആ പതക്കത്തിൽ 12 ഗോത്രങ്ങളെയും 12 കല്ലുകളായി പ്രതിനിധീകരിച്ചുകൊണ്ട് മഹാപുരൻ ആണ്ടിൽ ഒരിക്കൽ അഹരോൻ അതിവിശ്വാസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവിടെ പൂർണ്ണ സഭയാണ് അവിടെ ആരാധിക്കുന്നത്. കാരണം ആ പതക്കത്തിൽ 12 ഗോത്രത്തെയും പ്രതിനിധീകരിക്കുന്ന കല്ലുകളുണ്ട്. ആ അഹരോന്റെ മേൽ വീഴുന്നതായ അഭിഷേക തൈലം അത് താടിയിൽ കൂടി ഒഴുകി ആ പതക്കത്തിൽ വന്ന് വീഴാൻ നേരത്ത് ഈ 12 കല്ലുകൾക്കും 12 ശോഭയല്ല, അത് ഒരുമിച്ചുകൊണ്ട് മനോഹരമായ വേറെ ശോഭ ഉണ്ടാകുന്നു. ഇതാണ് ഇന്ന് നമ്മുടെ സഭയിലും ഉണ്ടാവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇതാണ് ദൈവം കാണുന്നത്. ഈ അവസ്ഥയിൽ കാണാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ഇത് കാണുമ്പോഴാണ് സ്വർഗം ഉറ്റുനോക്കുന്നത്. ക്രിസ്തു നേടിയ സഭയുടെ ആളുള്ളതായ ഏകീഭാവം, ഈ ലോക മനുഷ്യർക്ക് ഇല്ലാത്തതായ ആ വലിയ ഒന്ന്, ഇവരൊന്നാകുമ്പോൾ ലോകം നീ എന്നെ അയച്ചു എന്നറിയും, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്ന കാര്യം അറിയൂ എന്ന് പറയുന്നു. ഇന്ന് ലോകത്തിൽ കാണാത്തൊരു ഏകീഭാവമാണ് നമ്മിൽ തന്നെ കാണിച്ചുകൊണ്ട് ലോകത്തെ പഠിപ്പിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ ഏകീഭാവത്തെ, അല്ലെങ്കിൽ ദൈവം ഒന്നെന്ന് സാത്താൻ പോലും അറിയാം ഏകീഭാവം. എന്നാൽ ഈ ഒരുമലയിൽ നമ്മൾ ആകാത്തത് സാത്താൻ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഇത് തന്നെയാണ് യാക്കോബ് അവിടെ പറഞ്ഞത്. നിങ്ങൾ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും നിറത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ജനിച്ചതായ ജാതിയുടെ അടിസ്ഥാനത്തിലും മറ്റും യാക്കോബക്കാരൻ ജനിച്ചവർ ഒരുമിച്ച് കൂടുന്നു, സീഴ്സയിൽ കൂടുന്ന ഒരുമിച്ച് മാർത്തോമേൽ കൂടുന്നവരാണ്. അങ്ങനെയുള്ളതായ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ യാക്കോബക്കാരാണെന്ന് രക്ഷിക്കപ്പെട്ടതായ വലിയ വലിയ ആൾക്കാർ വീണ്ടും നമ്മുടെ സഭയിൽ പറയുന്നു. ഞാനിത് ഓർപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ദൈവം ആ ക്രൂശിലൂടെ വെളിപ്പെടുത്തിക്കുന്ന ഏകീഭാവത്തിനെ ഹനിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ദൈവം വെറുക്കുന്നത്. അപ്പൊ ഈ അവസ്ഥ മാറിക്കൊണ്ടുള്ളതായ ഒരു അവസ്ഥ ഉണ്ടാകാൻ തക്കവണ്ണമാണ് നമുക്ക് ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം സാധിക്കേണ്ടത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതത്തിന് വേണ്ടി നാം ചെയ്യേണ്ടതായ ലോകത്തുണ്ടാകുന്ന പ്രത്യാഘാതമാണല്ലോ അതാണ് പുത്രനെ ലോകത്തിൽ അയക്കുന്ന കാര്യം നമ്മുടെ ഏകീഭാവം കൊണ്ട് അറിയും. പുത്രനെ സ്നേഹിക്കുന്ന പോലെ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ഈ ഏകീഭാവത്തിന് കൊണ്ട് ലോകം അറിയുമെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏകീഭാവ ബന്ധത്തിലാണ് നിത്യതയിൽ ശാശ്വതമായ ഒരു നിത്യത ഒരുമിച്ചുള്ള ജീവിതം ഉണ്ടാകുന്നത്. നിത്യത ആദ്യം ഉണ്ടായ സൃഷ്ടിക്ക് വന്നുപോയ ആ കുറവിനെയാണ് ഈ നമ്മിൽ കൂടി ഉണ്ടാവുന്ന ഏകീഭാവത്തിൽ ദൈവം നിരത്തി നമ്മെ അവിടെ അവതരിപ്പിക്കാൻ തക്കൊണ്ട് പോകുന്നത്. ഇവിടെ ഏകീഭാവത്തിൽ ജീവിക്കുന്നില്ല എങ്കിൽ അവിടെ ഏകീഭാവത്തിൽ ജീവിക്കാൻ തക്കവണ്ണമുള്ളതായ
ചില മാനദണ്ഡത്തിൽ നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ അവന്റേതായ പേരെഴുതപ്പെട്ടവർ. ഞാനത് വ്യാഖ്യാനിക്കുകയല്ല, വെറുതെ ടച്ച് ചെയ്ത് പോവുകയാണ്. അവന്റെ കൂടെ നടക്കുവാന്നൊക്കെയുള്ളതായ ചില അവകാശം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു കർത്താവിന്. എന്നാൽ പ്രത്യക്ഷമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ അല്ലാതെ കർത്താവ് ഉൾപ്പെടുത്തിയില്ല. അത് കർത്താവ് കാണിക്കുന്നത് ഒരു ഭാഷയായിട്ട് കാണിക്കാനല്ല, വനമായിരിക്കുന്ന വലിയൊരു സത്യത്തെ ഇവിടെ വെച്ച് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മെ കൂടുതലായിട്ട് ആ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാക്കാൻ വേണ്ടിയാണ്. നാം വളരെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ കുറവ് വരും. അത് പറയുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 3 വായിക്കുന്നുണ്ട്. ഞാനൊരു കെട്ടുപണി നടത്തിയിരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുപണി. അതിന്മേൽ പണിയുന്നവർ പൊന്നെ വെള്ളി വിലയേറിയ കല്ലെന്ന് കൊണ്ടാണെങ്കിൽ അത് നിലനിൽക്കും. എന്നാൽ മരം പുല്ല് വൈക്കോൽ കൊണ്ടുള്ള ഒരു പണിയുടേതായ ക്രിസ്തു ജീവിതമാണെങ്കിൽ അത് കത്തിപ്പോകും. തനിക്ക് താൻ വലിയ കഷ്ടത്തിലേക്ക് പോകും. പിന്നെ പറയാ താനോ രക്ഷിക്കപ്പെടും, എന്നാൽ നഗ്നനായിട്ടെന്ന പോലെ. അപ്പൊ സ്വർഗത്തിൽ ലജ്ജിതരായി കഴിയുന്ന ഒരു അവസ്ഥയിൽ ചിലവരുണ്ടാവുന്ന കാര്യം ദൈവവചനം വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15 കർത്താവ് പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിനെ ആദ്യ ഉൾപ്രാവണം അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ആദ്യം ഉയർത്തിയുള്ളതായ അവൻ, പിന്നെ നാം അവനോട് കൂട്ടിയാർന്നു. അത് പറയാണ്, നക്ഷത്രം വ്യത്യാസം ഉണ്ടാവും. അതുപോലെ സൂര്യന്റെ ശോഭ വേറെ, ചന്ദ്രന്റെ ശോഭ വേറെ. അപ്പൊ പിന്നെ ആ ശോഭകളിലോട്ട് അന്ത്യനാളിൽ മനുഷ്യനായി തീരുന്നുള്ള കാര്യം ഇവിടെ മുന്നറിയിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ആ ദാനിയോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ചിലര് ലജ്ജക്കായിട്ട് എഴുന്നേറ്റ് വരും, ചിലര് സൂര്യനെ പോലെ ശോഭിക്കും. നീയോ കടന്നു പോവുക, നീ നിദ്രയിലായിരിക്ക, നീ എഴുന്നേറ്റ് വരും. നീ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ പരോക്ഷമായിട്ട് ദാനിയേലിനെ ദൈവത്തോട് ഓർപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നാമെ വെളിപ്പെടുത്തുന്ന വെച്ചാൽ ഈ ഏകീഭാവത്തിന്റെ മനോഹാരിതയാണ് നമ്മൾ ഇത്രയും കണ്ടത്. പിന്നെ ഒരു അവസാനം എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ചേർക്കുമ്പോൾ സമയമില്ല. ഇവിടെ വിവാഹ ബന്ധത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു കാര്യം കാണുന്നുണ്ട്. ആ ഉൽപ്പത്തി പുസ്തകം തുടക്കത്തില് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2:24 അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? പുരുഷൻ അപ്പനെ അമ്മയെയും വിട്ടുകൊണ്ട് സ്ത്രീയോട് പറ്റിച്ചേരും, പിന്നെ അവ ഒരു ശരീരമായി തീരും. ഇതേ വാക്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നെ കൂട്ടിച്ചേർക്കുകയാണ്, പുരുഷൻ അപ്പനെ അമ്മയെയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകമായി തീരും. പിന്നെ പറയാണ് ഈ മർമ്മം അവിടെ പറയുന്ന നോക്കിയാ വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് എത്രേ പറയുന്നത്. അപ്പോ ക്രിസ്തുവും സഭയും തമ്മിലുണ്ടാകുന്ന ബന്ധത്തിൻ്റെതായ അവസ്ഥ എത്ര മനോഹരമാണെന്നുള്ള ഉൽപ്പത്തി പുസ്തകം അതിൻ്റെതായ ആ 2-ാം അധ്യായത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ വ്യക്തമായിട്ടൊരു കാര്യം ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദാമിന് മാതാപിതാക്കന്മാരില്ല. ആദാമിന് മാതാപിതാക്കന്മാരുടെ അപ്പനും അമ്മയും ഉപേക്ഷിക്കുന്നത് ദൈവത്തിന് ദൈവമാണ്. അപ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ കാണിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഈ സമയം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത് 3 പറയാൻ തക്കവണ്ണം സമയം ഉണ്ടെങ്കിൽ അതും കൂടെ പറയുന്നതായിരിക്കും. ഇതിനുള്ള ബന്ധത്തിൽ ഈ ഭാവത്തിൽ അറിയാൻ തക്കവണ്ണം നാം വിവാഹത്തിൽ ഇടയാവുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായിട്ടൊരു കാര്യമാണ്, ഇവിടെ ഒരു വിവാഹം, ഇത് സഭാതലത്തിൽ നടക്കുന്ന ഒരു വിവാഹത്തെ ദൈവം പുത്രനും തൻ്റെതായ വീടെടുക്കുന്ന സഭയെയും ആ ഏകീഭാവത്തെ കാണിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ ഇവരെ സ്നേഹിക്കുന്ന പോലെ. അപ്പോൾ പുത്രനിലൂടെ വീണ്ടെടുക്കുന്നതായ ആ സഭയിൽ പുത്രനെയും വീണ്ടെടുക്കപ്പെട്ടവരെയും പിതാവാനെയും ഒരേപോലെ സ്നേഹിക്കുന്ന അവസ്ഥയ്ക്കാണ് കാണിക്കുന്നതല്ല. അപ്പോ ഇതിനെ കാണിക്കുന്നത്, ഏകീഭാവത്തെ കാണിക്കുന്നതായ ഒരു വിവാഹം. ഇന്ന് വേർപാട് ഇടയിൽ വിവാഹം തന്നെ എത്ര ശിഥിലമായിരിക്കുന്നു. വിവാഹത്തെ ഈ മാനദണ്ഡത്തിലാണോ കാണുന്നത്? നാം വിവാഹത്തിലായി ജീവിക്കുന്നുണ്ടല്ലോ. അന്യോന്യം വിദ്വേഷം വൈരാഗ്യമുള്ള അവസ്ഥയിലാണോ ഭാര്യ ഭർത്താക്കന്മാർ കഴിയുന്നത്? ഇതെല്ലാം ക്രിസ്തുവിൻ്റെതായ ശരീരത്തെയും ക്രിസ്തു എന്നുള്ളതായ തലയെയും തന്റെ ശരീരമായ സഭയുടെയും മുന്നോടിയായി കൊടുത്തതായ വിവാഹം എന്നുള്ളതായ ആ കുദാശയോടെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ആ കുദാശ ഇന്ന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ള കാര്യം നാം അറിയുന്നില്ല. അവസാനം ആ ഒരു വിവാഹത്തെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ അവിടെ ആ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വായിക്കുന്നത്, കുഞ്ഞാണ്ടിലെ കല്യാണം വന്നുവല്ലോ,
അവന്റെ മണവാട്ടിയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവൾക്ക് ശുഭ്രവും അവൾക്ക് അതാണ് അശുഭ്രമായ വസ്ത്രാലങ്കാരം ലഭിച്ചിരിക്കുന്നു എന്ന് പറയും. അവിടെ താഴെ വായിക്കുന്നുണ്ട്, ആ വാക്ക് ഇവിടെ എഴുതാൻ തക്കോണം പറ്റിയില്ല സ്ഥലമില്ലാത്തതുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടേതായ നല്ല പ്രവൃത്തികളത്രേ അവളുടെ വസ്ത്രാലങ്കാരം എന്ന് പറയും. അപ്പൊ ഇവിടെയാണ് കല്യാണം വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടി ഞാനിപ്പോ ഓർപ്പിക്കാൻ തക്ക ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കല്യാണത്തിന് മറ്റും ഇന്ന് വലിയ വലിയ സഹോദരന്മാരൊരു വാക്യം എടുത്ത് പറയും. അത് ഉൽപ്പത്തി പുസ്തകം നാം മുമ്പ് വായിച്ചതാണ്. അപ്പനും അമ്മയും വിളിച്ച് ഭാര്യയോട് പറ്റിച്ചേരും. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് അപ്പനമ്മമാരെ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ അവരെ ശല്യപ്പെടുത്തണ്ട, അവരോട് ബൈബിളിൽ പറഞ്ഞിട്ട് പറ്റിച്ചേരുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലതായ ഈ അതാണ് ഭാര്യ ഭർത്താക്കന്മാരെ അപ്പനും അമ്മയും വിട്ടുകളയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം അവര് കണ്ടിട്ടില്ല. അതെങ്ങനെയാണ്? ഈ സഭയുള്ള ബന്ധത്തിൽ ഈ പുരുഷനായ അവൻ എന്താ ആദ്യം അവസാനം ചെയ്യുന്ന കാര്യം? 1 കൊരിന്ത്യർ അതിന്റെ എത്ര അധ്യായം 15-24 വാക്യം, ഒടുവിൽ മണവാട്ടിയെ അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ സഭയെ പിതാവിനെ ഏൽപ്പിക്കുന്നു. അല്ലാതെ പുത്രൻ അല്ലെങ്കിൽ പിതാവിനോട് ബന്ധമുള്ളതായ ജീവിതമാണ് ഇവിടെ കാണുന്നത്. ഒരു കുടുംബ ജീവിതത്തെ ശിഥിലീകരിക്കുന്നതായ ഒരു വിവാഹ പ്രസംഗം നടത്തേണ്ടത്. ഈ വാക്യം ചേർക്കാതെ ആരാധനയുള്ള അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഈ വാക്യം നമുക്ക് ഉണ്ടെന്ന് പോലും അറിയില്ല. ഈ സഭയെ തനിക്ക് തൻ്റെതായ ശരീരമായ സഭയെ പിതാവിനെ ഏൽപ്പിച്ച ശേഷം അവിടെ പറയാണ്, പിന്നെ പുത്രൻ പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ കീഴുങ്ങ എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ കീഴുങ്ങ എന്ന് പറയുന്നത് തിരുത്വത്തിന്റെ ഉള്ളതായ വ്യവസ്ഥകളെ മാറിയിരിക്കുന്ന അവസ്ഥയല്ലല്ലോ. ദ പൊസിഷനിൽ എന്ന് പറയും, പൊസിഷനിലുള്ള കീഴടങ്ങലാണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ കീഴടങ്ങലല്ല, അല്ലെങ്കിൽ പറയുന്നുള്ള ബയോളജിക്കലുള്ളതായ കീഴടങ്ങളല്ല, പൊസിഷനിലാണെന്ന് പറയുന്നത്. ഈ തിരുത്വത്തിന്റെ ഉള്ള വ്യത്യസ്തമായ അവസ്ഥയെ പഠിപ്പിക്കുന്ന ആളുടെ ഒരു കാര്യമാണ്. ബയോളജിക്കലുള്ള ഇപ്പോൾ ഒരു അപ്പനും മോളും എന്ന് പറയുമ്പോൾ ബയോളജിക്കലി ദേ ആർ ഈക്വൽ, എന്നാൽ പൊസിഷണലി ദേ ആർ ഡിഫറെന്റ്. വേറെ ഉദാഹരണം പറയുമല്ലോ, എന്താ പറയുന്നത്? ഒരു മാനേജർ ആയിരിക്കുന്ന ഒരു വ്യക്തിയും എന്നാൽ അതിനു കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു പ്യൂണൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു ഓഫീസിൽ മാനേജറെ സാറേ എന്ന് വിളിക്കണം. അവന്റെ വിദ്യാഭ്യാസം ഒന്നും ഒരിക്കലും കാരണമായി തീരുന്നില്ല. അവൻ സമ്പന്നനായിക്കോട്ടെ എന്തായിക്കോട്ടെ, അവിടെ ആ ഓഫീസിന്റെ പൊസിഷനിലാണ്. അതുള്ള ബന്ധത്തിലാണ് നമ്മൾ പിതാപുത്രനുള്ള അവസ്ഥകളെ ഈ തീർത്ഥവസ്ഥയിൽ പഠിക്കുന്നത്. അത് പോട്ടെ, ആ തീർത്ഥം പഠിക്കാൻ നേരത്ത് പോവാം. ഇവിടെ മുതൽ നിർത്താൻ സമയമായി. പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹ ബന്ധം തന്നെ ഏകീഭാവത്തെ കാണിക്കുകയാണ്. അപ്പോ ക്രിസ്തുവിന്റെ ശരീരമായി തീർന്ന നാം എത്രത്തോളം ഏകീഭാവത്തെ അന്യൊന്നും പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്മെ കുറച്ചും കൂടെ നമ്മുടെ കണ്ണു തുറക്കുവാനും നമ്മുടെ ആരാധനയുടെയുള്ളതായ ഈ നാമധേയ അവസ്ഥയിലുള്ളതായ കുളിരു മാറി അതിന്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം വരുന്ന ദിവസങ്ങൾ ആരാധിക്കുവാനും ഇടയാകട്ടെ. ഈ സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ചിലവര് പറയും, ദുരുപദേശം പറയുന്നു. പ്രിയപ്പെട്ടവരെ, വസ്തുനിഷ്ഠമായിട്ട് വചനം പഠിക്കണം, അല്ലാതെ എന്തെങ്കിലും വായിച്ചൊന്ന് പറയുന്നതല്ല. വചനത്തിന് സായിയായിട്ടുള്ളതായ സപ്പോർട്ടീവ് വേർഡ് എന്റെ ഇല്ലെങ്കിൽ പഠിക്കരുത്, പഠിപ്പിക്കരുത്. അപ്പൊ വ്യക്തമായിട്ടുള്ള വചനം പോകുന്നത് എത്രയോ റെഡ് ലൈനായിട്ടാണ് പോകുന്നത്, തുടക്കത്തിൽ അവസാനം വരെ. ഇതിനോളം ദൈവവചനത്തിന്റെ ഉള്ളതായ ഏകീഭാവം എന്ന് പറയുന്നത്. ഈ ഏകീഭാവത്തെ വിട്ടുകൊണ്ടുള്ള അവസ്ഥയുള്ളതായ പഠിപ്പ് ആര് പഠിപ്പിച്ചു കഴിഞ്ഞാലും, എത്ര MTHs പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് ദൈവ വ്യവസ്ഥ അനുസരിച്ചല്ല, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ഇതിനുള്ള ബന്ധത്തിലുള്ളതായ സംശയങ്ങൾ ഇപ്പോൾ ചോദിക്കാൻ തക്കവണ്ണം പറ്റുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും എന്റെ ടെലിഫോൺ നമ്പർ വാട്സപ്പിൽ ഇടപെട്ട ശേഷം എന്ത് സംശയം ചോദിക്കാൻ തക്കവണ്ണം ഒരിക്കലും മടിക്കരുത്. എന്തും ചോദിക്കാൻ തക്കവണ്ണം തുറന്നായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയുമല്ലോ, വാല് മുറിയുന്ന അവസ്ഥയിൽ ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ ചോദിക്കുക. ആര് തുറന്നുള്ള മനസ്സിൽ പറയാണ്, ഒരിക്കലും കേട്ട കാര്യം റാൻമുള്ളി സമ്മതിച്ച് തലാട്ടി പോകരുത്. സംശയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ തക്കവണ്ണമുള്ളതായ ആ സ്വാതന്ത്ര്യം ഉണ്ടെന്ന കാര്യം ഒരിക്കലും ഓർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ.
സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട അവസരമാണ് ഇപ്പോഴ്. ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ കൂടെ അറിയിച്ചുകൊണ്ടും സംശയങ്ങൾ തീർക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ 3 സഹോദരന്മാർ ചില കാര്യങ്ങൾ എന്നെ ഓർപ്പിച്ചു. അതിലൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പ്രത്യക്ഷമായിട്ട് യാഗത്തോടുള്ള ബന്ധത്തിൽ അത് നോഹയിൽ നിന്ന് പോകേണ്ടത് വേറെ അതാണ് ഇയ്യോബിലോട്ടും മറ്റുമായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ചോദ്യത്തോട് ബന്ധപ്പെട്ടാണ് ഇന്ന് യാഗങ്ങൾ എടുക്കാനൊക്കെ അവിടെ ആയത്. പ്രത്യേകിച്ച് ആർക്കും സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. അതുണ്ടെങ്കിൽ നേരെ വിളിച്ചാൽ വാട്സപ്പിലോ ടെലിഫോണിലോ വിളിച്ചാൽ മതി. താങ്ക് യു ബ്രദർ. ഇന്ന് നല്ലൊരു അനുഗ്രഹപ്പെട്ട ചിന്ത കേൾക്കുവാൻ തക്കണം ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. മീറ്റിൽ കൂടി കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. വരും ദിവസങ്ങളിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തൊക്കണം താല്പര്യം ഉള്ളവർക്കും ഈ നമ്പർ കൊടുക്കണമേ.